മാർമല അരുവി പാദ്രീസ് യാത്ര ഈ പ്രാവശ്യത്തെ എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ മാർമല അരുവിയിലേക്കാണ്. 30 രൂപ നിരക്കിലാണ് ഇതിലേക്കുള്ള എൻട്രി നമുക്ക് അനുവദിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയ്ക്ക് സമീപം തീക്കോയി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് മാർമല അരുവി വെള്ളച്ചാട്ടം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ടിക്കറ്റ് വാങ്ങിയതിനു ശേഷം ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. ഏകദേശം 100 മീറ്റർ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു 10 മീറ്റർ കാനന പാതയിലൂടെ ഉള്ള ഒരു യാത്രയിലാണ് ഞങ്ങളായിരുന്നത്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ആദ്യമാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. എന്റെ വീടിനടുത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം നിലകൊള്ളുന്നതെങ്കിൽ പോലും ഇതുവരെ എനിക്ക് ഇവിടെ ഒന്ന് എത്തിച്ചേരുവാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. കേരളത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇടവകയിലെ കൈക്കാരന്മാരെയും കൂട്ടിക്കൊണ്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഞങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ധാരാളം കുട്ടികൾ ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്നതൊക്കെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിവിധ ആംഗ്യങ്ങൾ കാണിച്ച് വിവിധ രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് കാണുവാൻ സാധിക്കുകയാണ്. അവരെയൊന്നും വകവെക്കാതെ ഞാൻ എന്റെ ഫോട്ടോഷൂട്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ചുറ്റുപാടും ഒന്ന് കാനന ഭംഗി ഉൾപ്പെടെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചുറ്റുപാടുമുള്ള വീക്ഷണങ്ങളൊക്കെ എന്റെ ക്യാമറയിൽ പകർത്തുന്ന തിരക്കിലാണ് ഞാനായിരുന്നത്. എന്റെ കൂടെയുള്ള കൈക്കാരന്മാരെ പല പ്രാവശ്യം ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നതാണ്. പരിചയ സമ്പന്നരായ വ്യക്തികളെയും കൊണ്ടാണ് ഞാൻ എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ഉച്ച സമയത്താണ് ഞങ്ങൾ ഈ ഒരു വെള്ളച്ചാട്ടിനടുത്ത് എത്തിച്ചേർന്നത്. എങ്കിൽ പോലും വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഭീകരതയിൽ നല്ല തണുപ്പ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തിന് ചുറ്റുപാടുമുള്ള കാഴ്ചകൾ ഞാൻ ഒപ്പിയെടുക്കുകയാണ്. പരമാവധി എന്റെ ക്യാമറയിൽ പകർത്തണം, ഒരു ഭാഗം പോലും വിട്ടുപോകരുത്. ആ ഒരു ദേശത്തോടുകൂടി ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ചുറ്റുപാടുകളുമുള്ള കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഞാനായിരുന്നത്. കാനന ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ, ഈ ഒരു കാടിനുള്ളിൽ ഈ ഒരു വെള്ളച്ചാട്ടം എന്തുകൊണ്ടും ഏതുകൊണ്ടും നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ വിനോദസഞ്ചാരിക്കും ഒരുക്കിയിരിക്കുന്നത്. പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല, നല്ല താഴ്ചയുള്ള വെള്ളച്ചാട്ടമാണ് ഇത്. ഉയരത്തിൽ നിന്ന് താഴേക്ക് വധിക്കുന്ന ഈ ജലം താഴ്ഭാഗത്തുള്ള സ്റ്റോറേജിന് നല്ല ആഴമുണ്ട് എന്നുള്ള കാര്യമാണ് പരിചയസമ്പന്നരായ കൈക്കാരന്മാരെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊന്ന് കാല് കഴുകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല കൊടും തണുപ്പാണ് എന്നുള്ള കാര്യവും ഞാൻ മനസ്സിലാക്കുകയാണ്. അവിടെ കുളിക്കരുത് എന്നുള്ള കാര്യം കൂടി ബോർഡ് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ഒന്ന് കുളിക്കണം. ഈ ഒരു നല്ല വെള്ളച്ചാട്ടത്തിൽ, അതും കാനന ഭംഗിയിൽ ആസ്വദിച്ചുകൊണ്ട് കുളിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഇവിടെ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് അതിനുവേണ്ടിയുള്ള തോർത്തും അതിനുവേണ്ടിയുള്ള സൗകര്യവും ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള സ്ഥലം അതിനുവേണ്ടി തന്നെയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ എത്തിച്ചേർന്നത് ആ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള സുരക്ഷിതത്വം ഏറെയുള്ള ഈ ഒരു സ്ഥലത്തേക്കാണ്. ഇവിടേക്കുള്ള വഴിയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സ്വിമ്മിംഗ് പൂൾ എന്നും കുളിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ബോർഡുകളും കാര്യങ്ങളും ഒക്കെ വനപാലകരെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് നല്ല കൊടും തണുപ്പിൽ ഒരു കുളി പാസ്സാക്കുവാൻ സാധിക്കും. അത് ഉച്ച സമയത്താണെങ്കിൽ പോലും, നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ പോലും നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുവാൻ സാധിക്കും. അതിനുള്ള സൗകര്യാർത്ഥമാണ് അവർ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ തോർത്തുപോലും കൊടുക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ആ ഒരു സൗകര്യം പൂർണ്ണമായിട്ടും കൈക്കാരന്മാര് ഉപയോഗിക്കുവാൻ മടിച്ചില്ല. വെള്ളച്ചാട്ടിന്റെ ഇരമ്പിലും അതിന്റെ ഒരു കാനന ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഒരു കുളി പാസ്സാക്കുക എന്ന് പറയുന്നത് നല്ല ഒരു സന്തോഷം പകരുന്ന ഒരവസ്ഥ തന്നെയാണ്. അത് അവർക്ക് ലഭിച്ചു, ഞാൻ പിന്നീടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഏതായാലും നമുക്ക് തൊട്ടടുത്തുള്ള, പ്രത്യേകിച്ച് അരുവിത്തറ ഭാഗത്തുള്ള ഏതാനും ആളുകൾക്ക് ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഏറെ അനുഗ്രഹപ്രദമാണ്. തീർച്ചയായിട്ടും വന്നു കാണണം. വന്ന് കണ്ടാൽ മാത്രം പോരാ, ഈ ഒരു കാനന ഭംഗിയിൽ അയവിറക്കിക്കൊണ്ട് ഇവിടെ ഒരു കുളിയും കൂടെ പാസ്സാക്കണം എന്ന് ഞാൻ പറയും. തിരികെ പോരുമ്പോഴാണ് ഈ മനോഹരമായ വ്യൂ ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തിയത്. കയറി വരുമ്പോഴുള്ള എൻട്രൻസ് ഭാഗത്തു നിന്നാണ് ഈ ഒരു മലയുടെ ഭാഗം
എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തിയത്. അതും മനോഹരമായുള്ള കാഴ്ചയാണ് എനിക്ക് സമ്മാനിച്ചത്. വീണ്ടും ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ധാരാളം ആളുകള് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ വന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും